മോദി മീഡിയക്കാരെ തെരുവിൽ ജനം ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു സംഭവ വികാസത്തെയും നെഗറ്റീവായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണല്ലോ പണം മേടിച്ചുകൊണ്ട് ഗോദി മീഡിയ ഈ നാട്ടിൽ നടത്തുന്ന മാധ്യമ പിമ്പ് പണി. ആ പണി ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പരിപാടിക്കെതിരെയും അവർ യഥേഷ്ടം തുടരുകയാണ്. എങ്ങനെ യുവത്വത്തിന്റെ വികാരത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റായ വാർത്ത എന്ന പേരിൽ നൽകിക്കൊണ്ട് അതിനെതിരെ വികാരമുണ്ടാക്കണം, ആ സമരത്തെ ജനങ്ങൾ പിന്തുണയ്ക്കാതിരിക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ കുറച്ചു ദിവസമായി പണിയെടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ചെറുപ്പക്കാർ അധികം കേട്ടോണ്ട് നിൽക്കില്ലല്ലോ. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ മാമാപ്പണി എടുക്കാൻ നിന്നാൽ ഏത് NDTV-കാരും തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നത് ദേ ഇതാണ്. 10 मिनट से सुन रहा हूँ मैं, पूरा झूठ नैरेटिव फैला रही है वो औरत। NDTV 10 मिनट से झूठ नैरेटिव फैला रही है। लाइव है लोग, बोल रहे शांतिपूर्वक लेके गए। इंस्टाग्राम पे वीडियो देखो, घसीट के लेके गए। इंस्टाग्राम पे वीडियो देखो प्लीज मैम, स्क्रिप्ट मत पढ़ो। मैं देखा आपको स्क्रिप्ट पढ़ रहे थे आप। भाई यार, गलत खबर फैलाओगे तो क्या कैसे होगा? ये दलाल है, ये दलाल देखो, मोदी जी का दलाल गेस्ट हाउस से निकला। मोदी जी जो न्यूज़ करने के लिए बोला शांतिपूर्ण। क्या बात कर रहे हैं? शर्म करो यार। ये तो शुक्र मनाओ दोस्तों कि हम जैसे छोटे छोटे मीडिया वाले हैं जो कि इस प्रोटेस्ट को अच्छे से दिखा पा रहे हैं। नहीं तो हमारे देश की जो मेन स्ट्रीम मीडिया है वो तो कुछ और ही दिखा रही है। ഈ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ചില സൂചനകളാണ് അത്തരം ചോദ്യം ചെയ്യപ്പെടൽ. മുൻപ് നമ്മൾ കാണാതിരുന്ന കാഴ്ചകളാണ്. ഇവർ താളം പിടിക്കുന്നതാണ് ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ അഭിപ്രായമെന്ന് കരുതിയിരുന്നിടത്ത് ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ഒന്നും പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങളെ, കോർപ്പറേറ്റുകളെ കൊണ്ട് വാങ്ങിപ്പിച്ച് അതിലൂടെ ഗോദി വാഴ്ത്തുപാട്ടൽ പരിപാടി നടത്തി വന്നവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന സംഭവവികാസം അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമാണ്. കാലം ചില യാഥാർത്ഥ്യങ്ങളെ സമൂഹത്തെ ബോധ്യപ്പെടുത്തും. ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ വേണ്ട. ആ വികാരത്താൽ അവർ സ്വയം ഒത്തുചേരും. അങ്ങനെ ഒത്തുചേരുന്നതിന് ഒരു കാരണക്കാരായി മാറിയതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതിനെ നയിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അവർ ഉയർത്തുന്ന വിഷയങ്ങളും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അവർ നേരിട്ട് അനുഭവിച്ച വിഷയങ്ങൾ, ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ സ്വയം ജീവൻ ബലി കഴിപ്പിച്ച സന്ദർഭങ്ങൾ, അതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ഇന്ത്യയിലെ പുകഴ്പെറ്റ NDTV-യുടെയൊക്കെ നുണപ്രചരണത്തെ പരസ്യമായി ചോദ്യം ചെയ്യാൻ യുവത്വം തയ്യാറാകുന്നത്. ഇപ്പോൾ ഒരു ശബ്ദമാണെങ്കിൽ ആ ശബ്ദത്തിന്റെ നമ്പർ കൂടിക്കൂടി വരാൻ പോവുകയാണ്. തെരുവിൽ സ്വാതന്ത്ര്യത്തോടുകൂടി നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇനിയിപ്പോൾ നുണ പറയാനായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ ജനം നിങ്ങളെ കൂക്കി വിളിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പോകുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ്. സ്വാഭാവികമായിട്ടും അന്തപുരങ്ങളിൽ ഇരിക്കുന്ന കേന്ദ്രന്മാരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൃശ്യമാണ് പുറത്തേക്ക് വരുന്നത്. ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വരൂ എന്ന് വിചാരിക്കുന്നിടത്ത് പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെ ജനങ്ങളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വിദഗ്ധമായി കബളിപ്പിക്കുന്നവരെ തുറന്നു കാട്ടിക്കൊടുക്കുന്ന ആ പ്രചാരണം, അത് ജനങ്ങൾ പതിയെ ഏറ്റെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഗോദി മീഡിയക്കാരെ തെരുവിൽ ചോദ്യം ചെയ്യുന്ന ഈ സന്ദർഭങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നത്.